ഇന്നിപ്പോൾ ജനുവരി 7 ട്യൂസ്ഡേ നിഫ്റ്റിയുടെ ഓപ്പണിങ് ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആണ്. ഒരു ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണ്. പക്ഷെ ഇന്നലത്തെ ദിവസം നമുക്കറിയാം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയം തൊട്ട് എൻഡ് ഓഫ് ദി ഡേ വരെ ഒരു കണ്ടിന്യൂസ് ഫോൾ ആയിരുന്നു. ഒരിക്കലും നിങ്ങളിവിടെ ഇത് ഞാനിപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് 20 EMA ആണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം 20 EMAയുടെ മേളിൽ ഒരിക്കലും ഇതിനെ ക്ലോസ് ചെയ്ത് നിൽക്കാനേ പോലും പറ്റിയില്ല ഒരു സമയത്ത് പോലും. എപ്പോഴൊക്കെ 20 EMA ടച്ച് ചെയ്തപ്പോഴെല്ലാം ഒരു ഫോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്നലെ ഒരു ട്രെൻഡിങ് ഫോൾ ഡേ ആയിരുന്നു. അപ്പം നമുക്ക് കാരണം അറിയുന്നില്ല, മറ്റേ ആ ചൈനയിലെ വൈറസ് ഇന്ത്യയിൽ ഡിറ്റക്ട് ചെയ്തതിൻ്റെ ഒരു വലിയൊരു സ്കെയർ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായതിൻ്റെ ഒരു സെൽ ഓഫ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്സൈഡ് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരാതെ ഇനിയിപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കോൾ സൈഡ്, അതായത് സി സൈഡ് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രോപ്പറായിട്ടൊരു പ്രൈസ് ആക്ഷൻ കിട്ടാതെ നമുക്ക് കോൾ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിട്ട് പണി കിട്ടും. അതുകൊണ്ട് മേളിലോട്ട് നമുക്ക് പലയിടത്തും സെല്ലേഴ്സിന്റെ ലെവലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ചു നേരം നമ്മൾ വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഇന്നലെ പി ഡി എല്ലിന് താഴെ തന്നെയാണ് പി ഡി സി, അതായത് പി ഡി എല്ലും പി ഡി സിയും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇന്നിപ്പം അല്പം ഗ്യാപ്പ് അപ്പ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം രാവിലെ ഇപ്പം 9:45 5 മിനിറ്റ് ക്യാൻഡിൽ ഇന്നലത്തെ ഈ ഒരു സെല്ലിംഗ് സോണിൽ വന്നപ്പോഴത്തേനും ഇതിവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇവിടെ 2 തവണ, അതായത് ഫസ്റ്റ് സെല്ലിംഗ് ഇവിടെ നടന്നു, സെക്കൻഡ് സെല്ലിംഗ് വീണ്ടും അവിടെ റീട്രേസ്മെന്റ് വന്നപ്പോഴത്തേനും അവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് നടന്നു. പിന്നീട് ഒരിക്കലും ഇന്നലെ ആ ഒരു ലെവലിന് അടുത്തോട്ട് ഇന്നലെ നിഫ്റ്റിക്ക് വരാൻ പോലും പറ്റിയില്ല. ഇന്നും നമ്മൾ സംഭവിച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ലൈറ്റ് പി ഡി സിക്ക് മേളിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തെങ്കിലും ഇന്നലെ 2 തവണ സെല്ലിംഗ് നടന്ന ആ ലെവൽ വന്നപ്പോഴത്തേനും മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് നടന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ യാസ് ഓഫ് നോ, അതായത് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 10:06 അപ്പം ഇപ്പോഴും നമുക്കൊരു എൻട്രി എടുക്കാനുള്ള ഒരു ലെവൽ ആയിട്ടില്ല. അപ്പം നമ്മൾ ഏതായാലും നിങ്ങൾ വാച്ച് ചെയ്യുക. ഒരു പ്രൈസ് ആക്ഷൻ ഒരു ട്രേഡ് കിട്ടുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം.